2024 മെയ്യിലാണ് സ്വമേധയ സ്ഥാനമൊയ്യാൻ തീരുമാനിച്ച സാവിയെ പിടിച്ചു നിർത്തി ഒടുക്കം സാക്ക് ചെയ്തു എന്ന വാർത്ത വരുന്നത്. ഓരോ ഫുട്ബോൾ ആരാധകനെയും അതിനുമപ്പുറം ബാർസലോണ ആരാധകരെ ഞെട്ടിച്ചൊരു വാർത്ത. ശരിയായിരിക്കാം, സാവിയെ സംബന്ധിച്ച് അതൊരു മോശം സീസൺ തന്നെയായിരുന്നു. ചാമ്പ്യൻസ് ലീഗിലോ ലാലിഗയിലോ കിരീടം ചൂടാൻ അവർക്കായിരുന്നില്ല. സമകാലിക ഫുട്ബോളിൽ ഏറ്റവും മോശം സമയത്തിലൂടെ കടന്നുപോകുന്ന ബാർസയെ കൈപ്പിടിച്ചുയർത്താനെത്തിയ തങ്ങളുടെ പഴയ താരത്തിനും അതിന് സാധിക്കാതെ വന്നതോടെ മാനേജ്മെൻറ്റിന് മുമ്പിൽ മറ്റൊന്നും ചിന്തിക്കാനില്ലായിരുന്നു. ഒടുക്കം സാവി പുറത്തേക്ക്, അമരത്തേക്ക് കടന്നു വരുന്നത് ഹാൻസി ഫ്ലിക്ക് എന്ന ജർമ്മനിക്കാരൻ. ഫ്ലിക്കിന്റെ നാമം ഉയർന്നു വന്നതോടെ പലരും പല ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. ജർമ്മൻ നാഷണൽ ടീമിന്റെ ഹെഡ് കോച്ചായിരുന്ന ഫ്ലിക്കിനെ സംബന്ധിച്ച് അവിടം ഒരു നല്ല കാലമല്ലായിരുന്നു. ബയേണിൽ അയാൾ തീർത്ത ഓറയൊന്നും ജർമ്മനിയിൽ നടപ്പാക്കാൻ സാധിച്ചിരുന്നില്ല. പേരുകെട്ട വമ്പൻ നാമങ്ങൾ ജർമ്മനിക്കുണ്ടായിട്ടും തുടർ തോൽവികളും ലോകകപ്പിലെ ദയനീയ പുറത്താവലിനും ശേഷം സാക്ക് ചെയ്യപ്പെട്ടാണ് ബാർസലോണയിലേക്ക് ഫ്ലിക്ക് കടന്നു വരുന്നത്. സ്പെയിനെയും ബാർസലോണയെയും നന്നായി അറിയുന്ന സാവി തോറ്റെടുത്ത് ഹാൻസി ഫ്ലിക്കിന്റെ ഓരോ ചുവടുകളും പലരും ഭയത്തോടെയാണ് കണ്ടിരുന്നത്. എന്നാൽ ചെന്നിറങ്ങിയ ഹാൻസി ഫ്ലിക്കിന് കൃത്യമായ പദ്ധതികളുണ്ടായിരുന്നു. തൻ്റെ ടാക്ടിക്സിൽ സംശയിച്ചവർക്കെല്ലാം ഓരോ വിജയങ്ങളിലൂടെ അയാൾ മറുപടി കൊടുത്തുകൊണ്ടേയിരുന്നു. ഡാനി ഓൾമോയല്ലാതെ മറ്റൊരു മേജർ സൈനിങ് പോലും നടത്താതെ സാവി വിശേഷിപ്പിച്ചു പോയ അതേ സ്കോഡുമായി ബാർസലോണയെ മുന്നിൽ നിന്നും നയിക്കുന്നുണ്ടയാൾ. ആദ്യ 3 മാച്ചിൽ 1-നെതിരെ 2 ഗോളുകൾക്കാണ് വിജയിച്ചതെങ്കിൽ 4ാം മത്സരത്തിൽ എതിരില്ലാത്ത 7 ഗോളുകൾ റയൽ വല്ലഡോഡിന്റെ പോസ്റ്റിലേക്ക് അടിച്ചുകയറ്റി ലാലിഗയിൽ ഒരു വലിയ സിഗ്നൽ ഫ്ലിക്ക് നൽകുന്നുണ്ട്. സീസണിലെ ആദ്യ എൽ ക്ലാസിക്കോയിലും ബാർസയുടെ മുന്നേറ്റ സഖ്യം ലവാറാഫിനെ യമാൽ കൂട്ടുകെട്ടായി ഞാടിയതോടെ കരുത്തുറ്റ മാഡ്രിഡ് നിരയും ബാർസക്ക് മുമ്പിൽ തകർന്നടിയുന്നുണ്ട്. സൂപ്പർ കപ്പിലും കോപ്പ ഡെൽ റേയിലും തുടർച്ചയായി 2 ഫൈനലുകളിലും തങ്ങളുടെ ചിരവൈരികളെ പരാജയപ്പെടുത്തി ഫ്ലിക്ക് ബാർസയിലെ ആദ്യ 2 കിരീടങ്ങൾ ചൂടുകയുണ്ടായി. അതോടെ വിമർശിച്ചവർക്കെല്ലാം അയാളിൽ പ്രതീക്ഷ ഉടലെടുത്തു. ഹാൻസി ഫ്ലിക്ക് എന്ന ഈ ജർമ്മനിക്കാരന് ബാർസലോണയിൽ പലതും നടത്തിയെടുക്കാൻ സാധിക്കുമെന്നൊരു തോന്നൽ ആരാധകരിലും ഉയർന്നു വന്നു. കരുതിയതുപോലെ ചാമ്പ്യൻസ് ലീഗിലും അയാൾ ടീമുമായി ഒരുപാട് ദൂരം സഞ്ചരിക്കുന്നുണ്ട്. ബയേണിനോട് പ്രതികാരം തീർത്ത് തുടക്കം ഭംഗിയായി മുന്നേറുന്നുണ്ട്. പിന്നീട് ബെനിഫിക്കയും ഡോട്ട്മുണ്ടും എല്ലാം കടന്ന് സെമിയിലെത്തിയെങ്കിലും ഇന്റർ എന്ന വലിയ കടമ്പക്ക് മുമ്പിൽ ബാർസലോണ പരാജയം സമ്മതിക്കേണ്ടി വന്നു. വർഷങ്ങൾക്കു ശേഷം ചാമ്പ്യൻസ് ലീഗ് മോഹവുമായി സെമിയിലെത്തിയ ബ്ലോഗറാനക്കാർ ഒടുക്കം മിലാനിന് മുമ്പിൽ പൊരുതി വീണു. UCL നഷ്ടമായെങ്കിലും ലാലിഗ കൈവിട്ടു പോവാത്ത വിധം ഫ്ലിക്ക് ഭദ്രമാക്കി കഴിഞ്ഞിരുന്നു. അവസാന എൽ ക്ലാസിക്കോയും വിജയിച്ചുകൊണ്ട് കിരീടപ്രതീക്ഷ നിലനിർത്താൻ ബാർസക്ക് സാധിച്ചു. ഒടുക്കം എസ്പാനിയോളിനെതിരെ വിജയം സ്വന്തമാക്കിയതോടെ വീണ്ടും ഒരു ലാലിഗ കിരീടം കൂടി ബാർസലോണ സ്വന്തമാക്കുകയുണ്ടായി. ഹാൻസി ഫ്ലിക്ക് ചരിത്രം രചിച്ചിരിക്കുന്നു. സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയാൽ തന്നെ ടീമിനെ കിരീടത്തിലേക്ക് നയിച്ചിരിക്കുന്നു. മുൻ സീസണിൽ സാവിയുടെ പരാജയങ്ങളിൽ നമ്മൾ അയാളെ വിമർശിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ഫ്ലിക്കിന്റെ ഈ വിജയങ്ങളിൽ അയാളും പ്രശംസ അർഹിക്കുന്നുണ്ട്. ലാമാസിയിൽ നിന്നും അയാൾ ഉയർത്തിക്കൊണ്ടുവന്ന യങ് ടാലന്റുകളിലൂടെയാണ് ഇന്ന് ഫ്ലിക്ക് ചരിത്രം തീർത്തിരിക്കുന്നത്. യമാലും കുബാർസിയും ബാൾഡയും ഫോർട്ടും ഫിർമിൻ ലോപ്പസും കസാഡോയും അങ്ങനെ തുടങ്ങുന്ന യുവനിര മാറ്റി തീർത്തതാണ് ഈ കിരീടം. ഒപ്പം സാവിക്കു കീഴിൽ അൺറേറ്റഡ് പ്ലെയറായിരുന്ന റാഫിന്യ ഫ്ലിക്കിന്റെ വജ്രായുധമായിരുന്നു. അടിച്ചും അടിപ്പിച്ചും ഇന്നത്തെ ബാലൻഡിയോർ തലപ്പത്ത് ഈ ബ്രസീലുകാരന്റെ നാമം കാണുന്നുണ്ടെങ്കിൽ അതിനൊത്ത പ്രകടനം അയാൾ കാഴ്ചവെച്ചിട്ടുണ്ട്. മധ്യനിരയെ നിയന്ത്രിക്കുന്ന പെട്രിയും ഗാവിൻ ഡിജോങ്ങും കസാഡോയുമെല്ലാം ഫ്ലിക്കിന്റെ വിശ്വസ്തരായിരുന്നു. കൂടാതെ ഡിഫൻസ് കാക്കുന്ന കുബാർസിയും മാർട്ടിനസും അറോഹോയും ക്രിസ്ത്യൻസനുമെല്ലാം ഫ്ലിക്കിന്റെ ഹൈലൈൻ ഡിഫൻസ് സ്ട്രാറ്റജിയിൽ കൃത്യമായി കളിച്ചിട്ടുണ്ട്. അപ്രത്യക്ഷമായി കടന്നു വന്നതാണെങ്കിലും കാറ്റലോണിയൻ ഗോൾമുഖം കാത്ത ചെസ്നിയും ഈ നേട്ടങ്ങളിൽ കടിഞ്ഞാണേന്തുന്നവനാണ്. എല്ലാം കൊണ്ടും ഇന്നത്തെ യൂറോപ്പിലെ ഏറ്റവും മികച്ച ടീമാണ് ബാർസലോണയുടേത്. യുവതാരങ്ങളെ വെച്ച് ഹാൻസി ഫ്ലിക്ക് ഏറ്റവും മികച്ചവരാക്കി ബാർസയെ മാറ്റിയെടുത്തിരിക്കുന്നു. ആദ്യ സീസണിൽ തന്നെ ഫ്ലിക്ക് ഇത്രയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ വരും സീസണിൽ കാര്യങ്ങൾ പ്രഡിക്റ്റബിൾ ആയിരിക്കും. ട്രബിൾ സ്വന്തമാക്കി 2ാം സീസണിലേക്കുള്ള ഒരുക്കങ്ങൾ ഒരുങ്ങുകയാണ്. അകന്നു നിൽക്കുന്ന ചാമ്പ്യൻസ് ലീഗ് കിരീടം കൂടി നേടി ബാർസലോണ യൂറോപ്പിൻ്റെ അധിപന്മാരാകേണ്ടതുണ്ട്.